ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അൾജീരിയയെക്കുറിച്ചുള്ള 20 വസ്തുതകളാണ്. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യവും ലോകത്തിലെ 10ാമത്തെ വലിയ രാജ്യവുമാണ് അൾജീരിയ. അൾജീരിയയുടെ ഔദ്യോഗിക ഭാഷ അറബിയാണ്, എന്നാൽ ബെർബർ ഒരു ദേശീയ ഭാഷയായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. അൾജീരിയയുടെ തലസ്ഥാനം മെഡിറ്ററേനിയൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അൾജിയേഴ്സ് ആണ്. ദീർഘവും രക്തരൂക്ഷിതവുമായ യുദ്ധത്തിന് ശേഷം 1962 ജൂലൈ 5 ഫ്രാൻസിൽ നിന്നും അൾജീരിയ സ്വാതന്ത്ര്യം നേടി. സഹാറ മരുഭൂമി അൾജീരിയയുടെ വലിയൊരു ഭാഗം ഉൾക്കൊള്ളുന്നു. ഇത് വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയുള്ള രാജ്യമാക്കി ഇതിനെ മാറ്റുന്നു. അഹഗർ പർവ്വതനിരകളിലെ തഹത് പർവ്വതം അൾജീരിയയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ്. 9850 അടി ഉയരത്തിൽ ഇത് സ്ഥിതി ചെയ്യുന്നു. പുരാതന റോമൻ അവശിഷ്ടങ്ങളായ ടിൻഗാഡും ഡിജെമിലയും ഉൾപ്പെടുന്ന സമ്പന്നമായ ചരിത്രത്തിനും പുരാവസ്തു സ്ഥലങ്ങൾക്കും അൾജീരിയ അറിയപ്പെടുന്നു. അൾജീരിയയുടെ ദേശീയ വിഭവം കസ്കസ് ആണ്. ഇത് റവയിൽ നിന്ന് നിർമ്മിച്ചതും വിവിധ ടോപ്പിങ്ങുകൾക്കൊപ്പം വിളമ്പുന്നതുമായ ഒരു പരമ്പരാഗത ബെർബർ വിഭവമാണ്. അൾജീരിയൻ സംഗീതം വൈവിധ്യമാർന്നതാണ്. അറബ്, ബെർബർ, ഫ്രഞ്ച് സംസ്കാരങ്ങളിൽ നിന്നുള്ള സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കും. റായ് സംഗീതം പ്രത്യേകിച്ചും ജനപ്രിയമാണ്. ഫുട്ബോൾ അൾജീരിയയിലെ ഏറ്റവും ജനപ്രിയമായ കായിക വിനോദമാണ്. ദേശീയ ടീം അന്താരാഷ്ട്ര മത്സരങ്ങളിൽ വിജയിച്ചിട്ടുമുണ്ട്. അൾജീരിയ പ്രകൃതിവാതകത്തിൻ്റെയും എണ്ണയുടെയും പ്രധാന ഉൽപ്പാദക രാജ്യമാണ്. അത് അതിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രധാന പങ്ക് വഹിക്കുന്നു. ഇടുങ്ങിയ തെരുവുകൾക്കും പരമ്പരാഗത വാസ്തുവിദ്യയ്ക്കും പേരുകേട്ട അൾജീസിയയിലെ കാസ്ബ യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമാണ്. അൾജീരിയൻ സാഹിത്യത്തിന് സമ്പന്നമായ ഒരു പാരമ്പര്യമുണ്ട്. ഖദേബ് യാസിൻ, അസിയ ഡിജെബാർ തുടങ്ങിയ പ്രമുഖ രചയിതാക്കൾ ഇവിടെ നിന്നുമുള്ളതാണ്. അൾജീരിയൻ പതാകയിൽ പച്ചയും വെള്ളയുമുള്ള 2 തുല്യ ലംബ ബാൻഡുകൾ അടങ്ങിയിരിക്കുന്നു. മധ്യഭാഗത്ത് ചുവന്ന നക്ഷത്രവും ചന്ദ്രക്കലയും കാണാം. അൾജീരിയയിലെ ടാസിലി എൻ അജ്വർ ദേശീയോദ്യാനം അതിൻ്റെ ചരിത്രാതീത കാലത്തെ ശിലാകലകൾക്കും അതിശയിപ്പിക്കുന്ന പാറക്കൂട്ടങ്ങൾക്കും പേരുകേട്ടതാണ്. അറബ്, ബെർബർ, മെഡിറ്ററേനിയൻ എന്നിവയുൾപ്പെടെയുള്ള വിവിധ സംസ്കാരങ്ങളാൽ അൾജീരിയൻ പാചകരീതി സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു. ഫെനക് ഫോക്സ്, ഡാമ ഗസൽ, സഹാറൻ ചീറ്റ എന്നിവയുൾപ്പെടെയുള്ള തനതായ വന്യജീവികളുടെ ആവാസ കേന്ദ്രമാണ് അൾജീരിയൻ മരുഭൂമി. അൾജീരിയയിലെ പരമ്പരാഗത കരകൗശല വസ്തുക്കളിൽ മൺപാത്രങ്ങൾ, പരവതാനി, നെയ്ത്ത്, തുകൽ വർക്ക് എന്നിവ ഉൾപ്പെടുന്നു. 1954 മുതൽ 1962 വരെ നീണ്ടുനിന്ന അൾജീരിയൻ സ്വാതന്ത്ര്യ സമരം രാജ്യത്തിൻ്റെ ചരിത്രത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. അൾജീരിയൻ ഹോസ്പിറ്റാലിറ്റി പ്രശസ്തമാണ്. അതിഥികളെ പലപ്പോഴും ചായയും പരമ്പരാഗത മധുര പലഹാരങ്ങളും നൽകി സ്വാഗതം ചെയ്യുന്നു.